ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 20. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവിടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, തോമസ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ തോമസ് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ തോമസ് അപ്പോസ്തലന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഭാരത ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ദിനം ഏറെ പ്രാധാന്യമുള്ള ഒരു പുണ്യദിനമാണ്. ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഞാൻ നേരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ആരായിരുന്നുവെന്നും എപ്രകാരമായിരുന്നു വിശ്വാസത്തിൽ ബലപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്തായിരുന്നുവെന്നും നാം ധ്യാനിക്കുന്നുണ്ട്. തോമസ് അപ്പോസ്തലനെ സംശയത്തിന്റെ പ്രതിരൂപമായിട്ടല്ല യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ നാം കാണുക, മറിച്ച് വിശ്വാസത്തിന്റെ അധികബലമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ഏറ്റവും ശക്തവും വ്യക്തവുമായ സാക്ഷ്യം നൽകുന്നത് തോമസ് അപ്പോസ്തലനാണ്. നോക്കൂ, തോമസ് അപ്പോസ്തലന്റെ വാശിയും അദ്ദേഹം ദൃഢതയോടുകൂടി നിലകൊള്ളുന്നത്, എനിക്ക് യേശുവിനെ കാണണം, അവന്റെ കൈകളിലെ മുറിവുകൾ ഞാൻ കാണുകയും അവന്റെ വിലാപിൽ എൻ്റെ കരം വയ്ക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കില്ല. എന്തുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ ഇപ്രകാരം വാശി പിടിക്കുക എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ മുറിവ് കണ്ടവനാണ് അവൻ. ആ മുറിവിന്റെ ആഴം അവൻ അറിയാമായിരുന്നു. ഉദ്ധാനം ചെയ്തു എന്ന് അവർ മറ്റു ശിഷ്യന്മാർ പറഞ്ഞിട്ടും തോമസ് വിശ്വസിക്കാത്തതിന്റെ കാരണം അവന്റെ മുറിവിന്റെ ആഴം അവൻ അറിയാമായിരുന്നു. ഇത്രയേറെ മുറിവേറ്റവൻ ഇനിയും ജീവിക്കുമെന്ന് വിശ്വസിക്കുക പ്രയാസമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ ഉദ്ധാനശേഷമുള്ള ജീവിതത്തെ കാണണം എന്ന് അവൻ സാക്ഷ്യം പിടിക്കുക. നോക്കൂ, ഒരു ദൈവം യഥാർത്ഥത്തിൽ അവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ്. നിന്റെ വിശ്വാസത്തെ തിരിച്ചറിയാൻ, ബലപ്പെടുത്താൻ, വീണ്ടെടുക്കാൻ ഇതാ ക്രിസ്തു അവന് വേണ്ടി അവൻ ഭവനത്തിൽ കൂടി ഉള്ളപ്പോൾ യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു പറയുന്നു, തോമസ്, ഇവിടെ വരിക, എൻ്റെ മുറിപ്പാടുകൾ കാണുക, നിന്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ വിലാപിലെ മുറിവിൽ ഇട്ടുകൊള്ളുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സത്യത്തിൽ അവന്റെ അനുതാപത്തിന്റെ ആത്മീയത അതിനകത്തുണ്ട്. തെറ്റുപറ്റിപ്പോയി എന്ന ചിന്തയുണ്ട്. വിശ്വാസത്തിന്റെ ധീരമായ സാക്ഷ്യമുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ജീവിതത്തിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന ദുരനുഭവങ്ങളിലും സങ്കടകരമായ അനുഭവങ്ങളിലും സംശയിച്ചു പോകുന്ന അനുഭവങ്ങളിലുമൊക്കെ തോമസ് ലീഹായെ പോലെ
നമുക്കും നെഞ്ചിൽ കൈവച്ച് വിളിക്കാൻ കഴിയണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. സത്യത്തിൽ ഈ വിശ്വാസ പ്രഖ്യാപനമാണ് ഭാരതത്തിൽ വിശ്വാസത്തിന്റെ ആഴമായ വേരൂന്നുവാൻ കാരണമായത്. ഈ ക്രിസ്തുവിന് വേണ്ടി മുറിവേൽക്കാൻ തയ്യാറായത്, ഈ ക്രിസ്തുവിന് വേണ്ടി ധീരസാക്ഷ്യം നൽകുവാൻ അവനെ ബലപ്പെടുത്തിയത്. ഒരിക്കൽ ക്രിസ്തുവിനെ അവന്റെ മുറിപ്പാടോടി കണ്ടവൻ പിന്നെ ഒരിക്കലും അവന്റെ മുഖത്ത് നിന്ന് അകന്നു പോകാത്ത വിധം നിറഞ്ഞ സ്നേഹത്തോടെ ജീവൻ സാക്ഷിയായി ക്രിസ്തുവിന് അനുധാവനം ചെയ്തു. വിശുദ്ധ തോമസ് ശ്ലീഹ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ വഴിയിലൂടെ, പ്രത്യാശയുടെ വഴിയിലൂടെ, രക്തസാക്ഷിത്വത്തിന്റെ വഴിയിലൂടെ നമുക്കും പിന്തുടരാം. അങ്ങനെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി നമുക്ക് ഏറ്റുപറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ